ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു അമ്പല ദർശനമാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് കർക്കിടക മാസം 2-ാം തീയതിയാണ്. അതായത് ശനിയാഴ്ച വൈകിട്ടാണ് ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇത് ആലുവ ദേശത്തുള്ള കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയുടെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അമ്പല ദർശനം ആക്ച്വലി ദർശനമൊക്കെ കഴിഞ്ഞു. അതിന് സൈഡിലുള്ള ഒരു ചെറിയൊരു പൂന്തോട്ടവും നമ്മുടെ ആലുവ പുഴയുടെ തീരത്താണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇതിലൂടെ ഒന്ന് കാണിച്ചു പോകുന്നത്. അമ്പലത്തിനകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പുറം ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനുണ്ട്, മോളുണ്ട്, നീസുണ്ട്, അതുപോലെ തന്നെ ഫാദർ ലോ ഉണ്ട്. ഡ്രൈവറാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ, അത്യാവശ്യം നല്ല രീതിയിൽ അവരവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗാർഡൻ്റെ സൈഡിൽ കൂടി ഉള്ളിലേക്ക് കയറാം. അവിടെ പുഴയുടെ തീരമാണ്. അതും കെട്ടിയൊക്കെ നല്ലോണം സേഫ്റ്റി ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഈ ഏരിയ ഒന്ന് നിങ്ങളെ കാണിക്കുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ മോളും എൻ്റെ നീസും ഇട്ടിരിക്കുന്നത് നമ്മുടെ തന്നെ ബുട്ടീക്കിലെ ഡ്രസ്സാണ്. ഓണം ഡിസൈനാണ് രണ്ടുപേരും ഇട്ടിരിക്കുന്നത്. കിഡ്സിൻ്റെയും ടീനേജേഴ്സിനും ഉള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത ആ ഒരു മോഡലാണ് അവരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നായിരുന്നു ഷൂട്ട് ചെയ്തത് ഞാൻ. അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് അതേ ഡ്രസ്സിലാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. അത് അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പാർക്കിങ്ങിന് വന്നിട്ടുണ്ട്, ആളുകൾ ഒരുപാടുണ്ട്, വാഹനപൂജ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം കണ്ടു തൊഴുതു എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ്. ഈ ക്ഷേത്രം കണ്ടിട്ടുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. ഇവിടെ പൂജ ചെയ്യുന്നത് കർണാടകത്തിൽ നിന്നുള്ള സ്വാമിമാരാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതിനെപ്പറ്റിയൊന്നും എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.